തുടക്കത്തിൽ കാണുന്നത് ഹോളിഡേ ആഘോഷിക്കാനായി മറ്റൊരു സിറ്റിയിൽ നിന്നെത്തുന്ന 5 സുഹൃത്തുക്കളെയാണ്. അവർ ക്ലബിലൊക്കെ പോയിട്ട് വളരെയധികം എൻജോയ് ചെയ്യുകയാണ്. ഈ കൂട്ടത്തിലെ ബ്ലാക്ക് ഷർട്ടിട്ട ആളുടെ പേരാണ് ജെസ്സി. ജെസ്സി ഫ്രണ്ട്സിനോട് പറയുന്നു, ഇവിടെ അടിപൊളി ഒരു സ്ഥലമുണ്ട്, എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് അറിയാം, നമുക്ക് അവിടെ പോയി പാർട്ടി നടത്തിയാലോ. അങ്ങനെ അവരെല്ലാവരും ജെസ്സി പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ഈ കൂട്ടത്തിലെ ആമി എന്ന പെൺകുട്ടി വാഷ്റൂം നോക്കി നടക്കുകയാണ്. ഇതിനിടയിൽ അവൾ ചുവരിലെ ഒരുപാട് പിക്ചേഴ്സ് കാണുന്നു. ഇതേ സമയം ജെസ്സി അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നീ ഇവിടെ എന്തെടുക്കുകയാണ്? അപ്പോൾ ആമി ആ പിക്ചേഴ്സിന്റെ കാര്യം പറയുന്നു. ജെസ്സി പറയുന്നത്, ഒരു പക്ഷേ ഈ പിക്ചേഴ്സൊക്കെ ഈ ബിൽഡിങ്ങിൽ ആദ്യം താമസിച്ചിരുന്നവരുടേതായിരിക്കാം. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അവർ 2 പേരും അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ആ പാർട്ടിയിലേക്ക് ശരീരത്ത് ഒരുപാട് ടാറ്റൂ ചെയ്ത ഒരു പെൺകുട്ടി വരുന്നു. അവൾ നേരെ ആമിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നവരാണോ? അപ്പോൾ ആമി പറയുന്നു, അതെ, ഞങ്ങൾ ഹോളിഡേ ആഘോഷിക്കാൻ വന്നതാണ്. അത് കഴിഞ്ഞ് അവൾ ആമിയുടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് അവനോടൊപ്പം ഡാൻസ് ചെയ്യുന്നു. ഇതിനിടയിൽ അവൾ പറയുന്നു, എനിക്കൊരു ടാറ്റൂ പാർലർ ഉണ്ട്, ഞാൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് കേട്ട് ആമിയുടെ ഫ്രണ്ട് പറയുന്നു, എനിക്കും ടാറ്റൂ കുത്തണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് ആമിയോട് പറയുന്നു, നീയും എൻ്റെ കൂടെ വരിക. അങ്ങനെ ദേഹം മുഴുവൻ ടാറ്റൂ കുത്തിയ ആ പെൺകുട്ടി ഇരുവരെയും കൂട്ടി അവരുടെ പാർലറിലേക്ക് കൊണ്ടുപോകുന്നു. ആ പാർലറിൽ ടാറ്റൂസിന്റെ ഒരുപാട് പിക്ചേഴ്സ് കണ്ട് ഇവർ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ ആമി ചോദിക്കുന്നു, ഈ ടാറ്റൂ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ആ പെൺകുട്ടി പറയുന്നു, ഈ ടാറ്റൂ ചെയ്തിരിക്കുന്നത് മനുഷ്യ ചർമ്മത്തിലാണ്. ഇത് കേട്ട് ആമിയും ഫ്രണ്ടും ഒന്ന് ഞെട്ടി. അവർ കരുതുന്നത് അവൾ ഒരു തമാശ പറയുകയാണെന്ന്. അതിനുശേഷം അവൾ പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഞാൻ ടാറ്റൂ ചെയ്യുന്ന മാസ്റ്ററിനെ വിളിച്ചു കൊണ്ടുവരാം. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ടാറ്റൂ മാസ്റ്റർ ഇവരുടെ അടുത്തേക്ക് വരുന്നു. ഇദ്ദേഹം ഒരു ടാറ്റൂ ആർട്ടിസ്റ്റും പിന്നെ ഈ ബിൽഡിങ്ങിന്റെ ഓണറുമാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നു, നിങ്ങൾ 2 പേരിൽ ആർക്കാണ് ടാറ്റൂ കുത്തേണ്ടത്? അപ്പോൾ ആമി പറയുന്നു, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മാസ്റ്റർ ആമിയുടെ ഫ്രണ്ടിനോട് പറയുന്നു, നിങ്ങൾ എൻ്റെ അസിസ്റ്റന്റിന്റെ കൂടെ പോവുക. ഞാൻ ആമിക്ക് ടാറ്റൂ ചെയ്യുന്നത് വരെ അവൾ നിങ്ങളെ കെയർ ചെയ്യും. അത് കഴിഞ്ഞ് മാസ്റ്റർ ആമിയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ടാറ്റൂവാണ് കുത്തേണ്ടത്? ആമി പറയുന്നു, എനിക്ക് എൻ്റെ പാസ്റ്റ് ഓർക്കാൻ കഴിയുന്ന തരത്തിലുള്ള ടാറ്റൂ വേണം. അപ്പോൾ മാസ്റ്റർ പറയുന്നു, കുറെ കാലത്തിന് ശേഷമാണ് ടാറ്റൂവിനെ ഇത്രയും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളെ കിട്ടിയത്. സാധാരണ എല്ലാവരും ഒരു ഫാഷന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഉറപ്പായും ഈ ടാറ്റൂ കുത്തൽ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ഓർമ്മിപ്പിക്കാൻ കഴിയും. എന്നിട്ട് ഒരു ബുക്ക് എടുത്ത് ആമിക്ക് നൽകി. എന്നിട്ട് പറയുന്നു, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടാറ്റൂ തിരഞ്ഞെടുക്കുക. അതേസമയം ആമി അവനോട് ചോദിക്കുന്നു, നിങ്ങൾ സത്യത്തിൽ ഈ ടാറ്റൂ ചെയ്യുന്നത് മനുഷ്യ ചർമ്മത്തിലാണോ? അപ്പോൾ മാസ്റ്റർ പറയുന്നു, അതെ, ഞാൻ നിന്നോട് സത്യം പറയാം, ഇതെല്ലാം മനുഷ്യ ചർമ്മത്തിലാണ് ചെയ്യുന്നത്. അതേസമയം മറുവശത്ത് ടാറ്റൂ ചെയ്ത പെൺകുട്ടിയുടെ കൂടെയുണ്ടായിരുന്ന ആമിയുടെ ഫ്രണ്ട് അൺകോഷ്യസ് ആകുന്നു. ഇതേ സമയം മാസ്റ്റർ ആമിയുടെ കഴുത്തിൽ ടാറ്റൂ കുത്താൻ തുടങ്ങുമ്പോൾ അവളും അബോധാവസ്ഥയിലാകുന്നു. പിന്നീട് അവർക്ക് ബോധം വരുമ്പോൾ അവർക്ക് നന്നായി കാണാൻ തന്നെ കഴിയുന്നില്ല. അപ്പോൾ ആമിയുടെ ഫ്രണ്ട് പറയുന്നു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? പണത്തിന് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ധാരാളം പണം തരാം, ഞങ്ങളെ വെറുതെ വിടൂ. അപ്പോൾ മാസ്റ്റർ പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടത് പണമല്ല, പകരം നിങ്ങളുടെ സ്കിന്നാണ്. ഈ സമയത്താണ് ആമിക്ക് ബോധം വന്നത്. അവൾ ഫ്രണ്ടിനെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അലറിക്കരയാൻ തുടങ്ങി. അപ്പോൾ മാസ്റ്റർ അവളുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, നോക്കൂ, നീ എന്തിനാണ് കരയുന്നേ? നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നീ എൻ്റെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഈ ജോലി എന്താണെന്ന് പെട്ടെന്ന് കണ്ടു പഠിച്ചിട്ട് എനിക്ക് സപ്പോർട്ട് നൽകുക. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ആമിയുടെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകുന്നു. ആദ്യം അവൻ്റെ കയ്യിൽ ടാറ്റൂ ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് അവൻ്റെ സ്കിൻ സെപ്പറേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ വയറ്റിൽ നിന്ന് തൊലിയെടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ ആമിയോട് പറയുന്നു, നിനക്കറിയാമോ, എൻ്റെ ഡോഗിൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡാണ് മനുഷ്യൻ്റെ ചെവികൾ. എന്നിട്ട് അവൻ്റെ ചെവി മുറിച്ചിട്ട് നായ്ക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം മാസ്റ്റർ അവൻ്റെ പുറത്തെ തൊലി എടുത്തിട്ട് അസിസ്റ്റന്റിന്റെ കയ്യിൽ കൊടുക്കുന്നു. അതിൽ സ്പെഷ്യലായിട്ട് എന്തോ ടാറ്റു ചെയ്യാനാണ് അവൻ്റെ പ്ലാൻ. പിന്നീട് ആ മാസ്റ്റർ ആമിയുടെ ഫ്രണ്ടിൻ്റെ കാൽപാദങ്ങൾ മുറിക്കുന്നു. അവൻ്റെ ബ്ലഡ് ഒഴുകിപ്പോകുന്നതായി കാണാം. ഒരുപാട് വേദനകൾ തിന്ന് അവൻ അങ്ങനെ മരിക്കുന്നു.
സുഹൃത്തിന്റെ സഹിക്കാനാവാത്ത ഈ അവസ്ഥ കണ്ട് ആമി കരയുകയാണ്. പക്ഷെ അവൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. അടുത്ത ദിവസം രാവിലെ ആമിയുടെ സുഹൃത്തുക്കളെ കാണിക്കുന്നു. അവർ സംസാരിക്കുന്നത് ആമിയും മരിച്ചുപോയ ആ ഫ്രണ്ടും ഇതുവരെ വന്നിട്ടില്ലാത്തതിനെ കുറിച്ചാണ്. അതിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ അവർ ഡിസൈഡ് ചെയ്യുന്നു തങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടെത്തുമെന്ന്. അപ്പോൾ ജെസി പറയുന്നു ഇന്നലെ പാർട്ടിക്ക് വന്ന പെൺകുട്ടിയുമായി അവർ ടാറ്റു കുത്താൻ പോയതാണ്. ഇതേ സമയം പാർലറിൽ ആമിയുടെ അടുത്ത് മാസ്റ്റർ വന്നിരിക്കുന്നു. എന്നിട്ട് അവൻ ആമിയോട് പറയുന്നു, ഞാൻ നിന്റെ മുഖത്ത് ഒരു സ്പെഷ്യൽ ഇങ്ക് വെച്ച് ടാറ്റു ചെയ്യാൻ പോവുകയാണ്. അത് നിനക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ആമി കരഞ്ഞുകൊണ്ട് പറയുന്നു, പ്ലീസ് എന്നെ ഇവിടെ നിന്ന് വിടാമോ? നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരണ്ട. ഇതേ സമയം ആമിയുടെ ഫ്രണ്ട്സ് അവരെ അന്വേഷിച്ച് പാർലറിലേക്ക് വരുന്നു. എന്നാൽ അവർ അവിടെ അന്വേഷിച്ചെങ്കിലും തങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടെത്താനായില്ല. അതുകൊണ്ട് അവർ തിരിച്ചു പോകുന്നു. പോകുന്ന വഴിയിൽ തെരുവിൽ ചില ആൺകുട്ടികൾ ഇവരെ കളിയാക്കുന്നു. അപ്പോൾ ജെസി വളരെയധികം ദേഷ്യപ്പെട്ട് അവരെ അടിക്കാൻ ചെല്ലുന്നു. ബാക്കി സുഹൃത്തുക്കൾ അവനെ പിടിച്ചു മാറ്റിയിട്ട് പറയുന്നു, നമുക്ക് അവരുമായി തല്ലുകൂടാൻ നേരമില്ല, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ അന്വേഷിക്കണം. എന്നിട്ട് വീണ്ടും തിരിച്ചവർ പാർലറിലേക്ക് വരുന്നു. ഇപ്രാവശ്യം അവർ ടാറ്റു മാസ്റ്ററിനെ കാണുന്നു. അവർ ആമിയെയും മറ്റേ ഫ്രണ്ടിനെയും കുറിച്ച് അന്വേഷിച്ചപ്പോൾ ടാറ്റു മാസ്റ്റർ പറയുന്നു, അതെ, അവർ ഇന്നലെ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ടാറ്റു ചെയ്ത ശേഷം അവർ ഉടനെ ഇവിടെ നിന്ന് പോയി. അപ്പോൾ അവർ പറയുന്നു, ടാറ്റു കുത്തിയ ഒരു പെൺകുട്ടിയാണ് ഫ്രണ്ട്സിനെ ഇവിടെ കൊണ്ടുവന്നത്. മാസ്റ്റർ പറയുന്നു, അവൾ എൻ്റെ അസിസ്റ്റന്റ് ആണ്, എന്നാൽ അവൾ ഇപ്പോൾ ഇവിടെയില്ല. അവരെല്ലാവരും മാസ്റ്ററിന്റെ വാക്കിൽ വിശ്വസിച്ച് പോകാൻ തുടങ്ങുമ്പോൾ ഒരു ഫ്രണ്ട് ചുവരിലിരിക്കുന്ന ഒരു പിക്ചർ കാണുന്നു. ഇത് മരിച്ചുപോയ ആൺകുട്ടിയുടെ കയ്യിലെ ടാറ്റു ആയിരുന്നു. ഇത് കണ്ടപ്പോൾ അവളിൽ എന്തോ പ്രതീക്ഷയുണ്ടാകുന്നു. എന്നാൽ അവൾ അത് അവഗണിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം മാസ്റ്റർ ആമിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, നിങ്ങളെ അന്വേഷിച്ച് നിന്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ ആമി പറയുന്നു, നീ എന്തുകൊണ്ടാണ് എന്നെ വിടാത്തത്? നിനക്ക് എന്താണ് വേണ്ടത്? അവൻ പറയുന്നു, നിന്നെ ഞാൻ ഉടനെ വെറുതെ വിടും. അപ്പോൾ നീ ഇവിടെ താമസിച്ചിട്ട് എൻ്റെ വർക്കിനെ സഹായിക്കണം. എന്നിട്ട് അവൻ ഒരു കണ്ണാടി എടുത്ത് കാണിച്ചിട്ട് അതിലേക്ക് നിന്റെ മുഖം നോക്കാൻ ആവശ്യപ്പെടുന്നു. അവൾ തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കിയിരുന്ന് കരയുകയാണ്. ഇതേ സമയം ആമിയുടെ ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സിനെ കാണാനില്ലെന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ജെസി അത് തടയുന്നു. കാരണം 24 hours പോലും കഴിയാത്തതിനാൽ പോലീസ് ഈ കേസ് എടുക്കില്ലെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അവർ മരിച്ചുപോയ ഫ്രണ്ടിന്റെ ഫോട്ടോ നോക്കുന്നു. കൂട്ടത്തിലെ ഒരു പെൺകുട്ടി പറയുന്നു, ഇതേ ടാറ്റു ഞാൻ ആ പാർലറിൽ കണ്ടിരുന്നു. ഒന്നും കൂടി അന്വേഷിക്കാനായി അങ്ങനെ അവർ വീണ്ടും ആ പാർലറിലേക്ക് പോകുന്നു. അവിടെ ടാറ്റു കുത്തിയ പെൺകുട്ടിയോട് ഇവർ ഫ്രണ്ട്സിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അവൾ പറയുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സ് ബേസ്മെന്റിലുണ്ട്. അവൾ പറയുന്നത് കേട്ട് അവരെല്ലാവരും ബേസ്മെന്റിലേക്ക് പോകുന്നു. പെട്ടെന്ന് ടാറ്റു കുത്തിയ പെണ്ണും ആ മാസ്റ്ററും കൂടി അവരെ ആക്രമിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും അബോധാവസ്ഥയിലാകുന്നു. അവർക്ക് ബോധം വന്നപ്പോൾ കെട്ടിയിരിക്കുന്നതായി കാണുന്നു. ആമയുടെ ഒരു ഫ്രണ്ട് പേടിച്ച് നിലവിളിക്കുകയാണ്. അപ്പോൾ അവർ ആ പെൺകുട്ടിയുടെ കഴുത്ത് മുറിക്കുന്നു. ഇത് കണ്ടിട്ട് ആമി കരയുകയാണ്. അടുത്ത സീനിൽ മാസ്റ്റർ കാറിൽ എങ്ങോട്ടോ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവൻ മനുഷ്യത്തൊലിയിൽ ടാറ്റു ചെയ്ത ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് ആർക്കോ കൊടുക്കുന്നു. എന്നിട്ട് അവരിൽ നിന്ന് ധാരാളം പണം വാങ്ങുന്നു. പണത്തിന് വേണ്ടിയാണ് അവൻ ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്നത്. ഇതേ സമയം മറുവശത്ത് കെട്ടിയിരുന്ന ആമിയുടെ ഫ്രണ്ട് അവൾ കയറിന്റെ കെട്ടഴിച്ച് ടാറ്റു കുത്തിയ പെൺകുട്ടിയെ ആക്രമിക്കുന്നു. എന്നിട്ട് ആമിയുടെ കെട്ടഴിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആമി അവളോട് പറയുന്നു, നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോവുക, എന്നിട്ട് സഹായത്തിനായി ആരെയെങ്കിലും വിളിച്ചു കൊണ്ടുവരിക. ഇത് കേട്ടിട്ട് ഫ്രണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവൾ പുറത്തു വരുമ്പോൾ ജെസി തെരുവിൽ വെച്ച് ആക്രമിച്ച അതേ പയ്യന്മാരെ കാണുന്നു. അവർ ഇവളെ കണ്ടതും പ്രതികാരം വീട്ടാനായി വരുന്നു. അവൾ ഇവരെ പേടിച്ച് ഓടുകയാണ്. പുറകെ മറ്റവരും. ഇവർ ഓടുന്നത് മാസ്റ്റർ കാറിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവൾ ഓടുന്ന വഴിയിൽ ആളുകളോട് സഹായം ചോദിക്കുന്നുണ്ട്. എന്നാൽ ആരും അവളെ സഹായിക്കുന്നില്ല. മുന്നിലുള്ള വഴി ക്ലോസ് ആയതിനാൽ അവർ അവളെ പിടികൂടിയിട്ട് ഒരുപാട് മർദ്ദിക്കുന്നു. അപ്പോൾ മാസ്റ്റർ അവിടേക്ക് വന്നിട്ട് ആ ആൺകുട്ടികളെയും ആമയുടെ ഫ്രണ്ടിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇതേ സമയം ബേസ്മെന്റിൽ ടാറ്റു ചെയ്ത പെൺകുട്ടിക്ക് ബോധം വരുന്നു. അവൾ ആമയുടെ അടുത്ത് വന്നിട്ട് വളരെ ദേഷ്യത്തിൽ പറയുന്നു, നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ നിന്റെ ഫ്രണ്ടിനെ ഇവിടെ നിന്ന് ഓടിപ്പോകാൻ സഹായിച്ചു. ആ ദേഷ്യത്തിൽ അവൾ ആമയുടെ പല്ല് പറിക്കാൻ നോക്കുന്നു. എന്നാൽ മാസ്റ്റർ വന്നിട്ട് അവളെ തടയുന്നു.
ആമിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെയും കൂട്ടി ഒരുപാട് പിക്ചേഴ്സ് ഉള്ള ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവളെ ഒരു ചെയറിൽ ഇരുത്തിയിട്ട് അവൻ അവളോട് ഒരു സ്റ്റോറി പറയുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ ആളുകൾ ശത്രുക്കളെ കൊന്ന് അവരുടെ സ്കിൻ എടുത്തിട്ട് പിക്ചർ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ റഷ്യൻ രാജാവിൻ്റെയും പിക്ചർ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അതിന് അദ്ദേഹം ധാരാളം പണം നൽകാറുണ്ട്. മറുവശത്ത് ടാറ്റു ചെയ്ത പെൺകുട്ടി ഡോർ തുറക്കുമ്പോൾ ജെസ്സി ഒരു പെൺകുട്ടിയുമായി വന്നിരിക്കുന്നു. ആ പെൺകുട്ടിക്ക് വേണ്ടി ടാറ്റു കുത്താനായി വന്നതാണ്. അപ്പോൾ ടാറ്റു ചെയ്ത അസിസ്റ്റന്റ് പെണ്ണ് പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഞാൻ ടാറ്റു ചെയ്തു തരാം. അതേസമയം ജെസ്സി ബേസ്മെന്റിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ തൻ്റെ സുഹൃത്തുക്കൾ മരിച്ചു കിടക്കുന്നത് അവൻ കാണുന്നു. അതിനുശേഷം അവൻ മുകളിലേക്ക് വരുമ്പോൾ മാസ്റ്ററിന്റെ അടുത്തിരിക്കുന്ന ആമിയെ കാണുന്നു. ജെസ്സിയെ കണ്ടിട്ട് ആമി പറയുന്നു, ഈ മാസ്റ്റർ ഞങ്ങളെ തടവിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ജെസ്സി മാസ്റ്ററിനോട് പറയുന്നു, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനെ മാത്രം കൊല്ലാനായിരുന്നു ഡീൽ, എന്നാൽ നീ എല്ലാവരെയും കൊന്നു. ജെസ്സിയും മാസ്റ്ററും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ഇതേ സമയം മാസ്റ്റർ ഫ്രണ്ടിന്റെ സ്കിന്നിൽ ഉണ്ടാക്കിയ പിക്ചർ കാണിക്കുന്നു. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആമയ്ക്ക് ഒന്നും തന്നെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവൾ മാസ്റ്ററിനോട് ചോദിക്കുന്നു, ജെസ്സിയും നിങ്ങളെപ്പോലെയുള്ള ഒരാളാണോ? അപ്പോൾ മാസ്റ്റർ പറയുന്നു, എല്ലാ വർഷവും ജെസ്സി അവൻ്റെ ഫ്രണ്ട്സിനെ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് ആരുടെയെങ്കിലും ഒരാളുടെ സ്കിന്നിൽ അവരുടെ പിക്ചർ ഉണ്ടാക്കാറുണ്ട്. മറുവശത്ത് ജെസ്സിയുടെ കൂടെ ടാറ്റു ചെയ്യാനായി വന്ന പെൺകുട്ടിയെ അസിസ്റ്റന്റ് പെണ്ണ് കൊല്ലുന്നു. അതേസമയം ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ജെസ്സിയെ മാസ്റ്റർ ഇഞ്ചക്ഷൻ നൽകി അബോധാവസ്ഥയിലാക്കുന്നു. എന്നിട്ട് മാസ്റ്റർ ആമിയെ റിലീസ് ചെയ്യുന്നു. അവൾ തൻ്റെ ഫ്രണ്ട്സിനെ ഇല്ലാതാക്കിയതിൻ്റെ കലിപ്പിൽ ഓടിച്ചെന്ന് അസിസ്റ്റന്റ് പെണ്ണിന്റെ കഴുത്തറുത്തു കൊല്ലുന്നു. മാസ്റ്റർ ജെസ്സിയെ ബേസ്മെന്റിൽ കെട്ടിയിരിക്കുകയാണ്. ആമി ജെസ്സിയുടെ അടുത്ത് വന്നിട്ട് അവനോട് പറയുന്നു, തൻ്റെ ഫ്രണ്ട്സിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ കൊന്നു. അവർ മരിച്ചതുപോലെ സമാനമായ ശിക്ഷ നിനക്ക് നൽകും. എന്നിട്ട് അവൾ ജെസ്സിയുടെ ബാഗ് കട്ട് ചെയ്തിട്ട് തൊലിയെടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മാസ്റ്റർ ഒരു മനുഷ്യന്റെ കഴുത്തിൽ ടാറ്റു ചെയ്യുന്നതായിട്ടാണ്. അവിടേക്ക് കുറച്ച് കസ്റ്റമർ വരുന്നു. അപ്പോൾ ആമി അവിടേക്ക് വന്നിട്ട് അവരെ വെൽക്കം ചെയ്യുന്നു. ഇതേ സമയം ജെസ്സിയുടെ സ്കിന്നിൽ ഉണ്ടാക്കിയ ആമിയുടെ ചിത്രം ഭിത്തിയിൽ കാണാം. സുഹൃത്തുക്കളുടെ മരണശേഷം ഒരു ലക്ഷ്യവുമില്ലാതെ സത്യത്തിൽ അവൾ അവിടെ പെട്ടുപോയി. മാസ്റ്ററിനോടൊപ്പം വർക്ക് ചെയ്യുകയല്ലാതെ അവൾക്ക് വേറെ വഴിയില്ല. ഒരു പക്ഷേ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കില്ല മുന്നോട്ട് പോകുന്നത്. ആരുടെയും വാക്കിൽ വീഴാതെ സ്വന്തമായി ആലോചിച്ചിട്ട് വേണം ഓരോ തീരുമാനമെടുക്കാൻ. നമ്മുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. അത് നമ്മൾക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കുമായി ചിലവഴിക്കുക. നല്ലൊരു മെസ്സേജോട് കൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.